ജോൺ സീന, ഇദ്രിസ് എൽബ എന്നിവർ നായകന്മാരായി വന്നിട്ടുള്ള പ്രൈം റിലീസ് സിനിമയാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. ഇതിൽ നായികയായിട്ട് വരുന്നത് പ്രിയങ്ക ചോപ്ര ജോനാസ് ആണ്. അപ്പോൾ ഞാൻ സിനിമ കണ്ടു. സിനിമ കാറ്റഗറി എന്ന് പറയുന്നത് ആക്ഷൻ കോമഡിയാണ്. ഈ സെയിം പാറ്റേണിലുള്ള സിനിമകൾ എപ്പോഴും ഹോളിവുഡിൽ ഇറങ്ങാറുണ്ട്. ഇതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ ഫാൻസ് ഉള്ള ഒരു സ്റ്റാറിനെ ഫോക്കസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റാർസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടോ അവർ ടീമപ്പ് ചെയ്തിട്ടോ ഉള്ള സിനിമകൾ പ്രത്യേകിച്ച് കോമഡി ആക്ഷൻ കാറ്റഗറിയിൽ വരാറുണ്ട്. ഈ സിനിമ അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല, സെയിം പാറ്റേണിലുള്ള സിനിമ തന്നെയാണ്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജോൺ സീനയും ഇദ്രിസ് എൽബയും അവരുടെ ആ ഒരു ടീമപ്പും പിന്നെ പ്രിയങ്ക ചോപ്രയാണ്. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സ്റ്റോറി പോകുന്നത്, അല്ലാതെ ഇതിൽ വലിയ പുതുമ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സിനിമ ആർക്കുള്ളതാണ്? ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സ്ട്രെസ്ഡൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ചുമ്മാ കണ്ട് ചിരിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ ഈ കാറ്റഗറിയിൽ ഈ പറഞ്ഞ ജോണറിൽ പെട്ടിട്ടുള്ള സിനിമകൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ മിസ് ചെയ്യരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സിനിമയുണ്ട്. റോക്കും കെവിൻ ഹാർട്ടും ആണ് അതിൽ ടീമപ്പ് ചെയ്തിട്ടുള്ളത്. അതിലും ആക്ഷനും കോമഡിയും തന്നെയാണുള്ളത്. വേറൊരെണ്ണം ദി അതർ ഗൈസ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകളുടെ സെയിം കാറ്റഗറി തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും നായക കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റലിജൻസ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ കൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളായിരിക്കും. ഇതിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജോൺ സീന അവതരിപ്പിക്കുന്ന കഥാപാത്രം അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഒരു സിനിമാ നടനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി അയാളുടെ സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡൻ്റായി മാറുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ പോലെയൊന്നും ആണെന്ന് വിചാരിക്കരുത്. ഈ സിനിമയിലുള്ള ആൾക്ക് കുറച്ച് നാടിൻ്റെ നന്മയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷകളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത് ജോൺ സീനയുടെ പ്രസിഡന്റ്. പിന്നെ ഇദ്രിസ് എൽബ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് UK പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാകും. US UK ഒരു ഗ്രൂപ്പിംഗ് സംഭവങ്ങളൊക്കെ പൊളിറ്റിക്സ് ഭാഗത്തേക്ക് പോകേണ്ട, ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് കാണാം. ഞാൻ കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇവരുടെ ഈ ഒരു ടീമപ്പ് അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഇതിൽ സ്റ്റോറി പ്രിഡിക്റ്റബിൾ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് നല്ലതാണെങ്കിൽ അത്യാവശ്യം നല്ല കോമഡിയും ആക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ടീമപ്പ് ഇവരുടെ ഒരു ഒത്തുകൂടൽ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോംബോയും കിട്ടും, നല്ലൊരു സിനിമയും കിട്ടും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ കണ്ടതാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ വൺ ടൈം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് സിനിമ ഇത് കാണാം. ഇതൊരു വൺ ടൈം വാച്ചബിൾ ആണ്. ബാക്കി സിനിമയുടെ കാര്യങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാം ഈ ഒരു കാറ്റഗറി പെടുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ സൈഡും സൗണ്ട്, ക്യാമറ, വിഷ്വൽസ് എല്ലാം ഗുഡാണ്. ആക്ഷൻ രംഗങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല ആക്ഷൻസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത കോമഡികളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക.